ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ നിന്നും നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് ബ്ലോഗായിട്ട് സ്വന്തം നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ ഇവിടുത്തെ അകത്തിയിലെ നമ്മുടെ എല്ലാമായ അഷ്റഫ് ഇവനാണ് നമ്മുടെ മൊത്തം. പിന്നെ റയീസ് പിന്നെ നമ്മുടെ ഷൗക്കത്തലി, ജാഫർ സാദിഖ്. ഇത് ബ്ലോഗിൽ വരും, ഇത് ബ്ലോഗ് ഇടാണ്. വാഹിദിനെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം നമ്മുടെ വാഹിദ് എത്തി. നമ്മുടെ എഞ്ചിനൊക്കെ ഓക്കെ അല്ലേ? എഞ്ചിനൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ. ഇതായിരുന്നു നിങ്ങളെ പേരെന്താ? സിയാദ്. നിങ്ങളെ പേരോ? എങ്ങനെ? ഇംതിയാസ് ഖാൻ. അയ്വാ, ഒരു മുംബൈ ടച്ചാണ്. ആ, വാഹനത്തിന്റെ പൈലറ്റ് ആരാ? പൈലറ്റ് ഇംതിയാസ് ഖാനാണ്. ഇപ്പോഴാണ് ക്ലിയർ കിട്ടിയത്. ഷൗക്കത്ത് ഭായ്, ഇവരൊക്കെ ഇവിടെ. ആരോടാണ്ടാ? പറയൂ. എന്താണ് ലക്ഷദ്വീപിലെ ഫിഷിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് വായത്? നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് എന്താ പറയാനുള്ളത്? എല്ലാതരം മീനുകളും നമ്മൾ പിടിക്കാൻ പോവാണ്. അത് ശരി. അപ്പോൾ നമ്മൾ അതിന്റെ എക്സ്പീരിയൻസ് കണ്ടറിയാൻ വേണ്ടി നമ്മളെ കേരളക്കാരായ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കാം. ഒരു 5-10 കിലോമീറ്റർ ഒക്കെ ഓടേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ വാഹനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ അഷ്റഫാണ്. അഷ്റഫ് അഗത്തിയിൽ വന്നിട്ട് അഷ്റഫ് കല്ലുമ്മക്കായ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. അഷ്റഫ് കല്ലുമ്മക്കായെ അറിയാത്തവരായ ആരുമില്ല ഇവിടെ. നമ്മുടെ നമ്മളിപ്പോൾ കരയിൽ നിന്നും കടലിലോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൗക്കും, എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു പുതിയ വ്ളോഗിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? കുറച്ച് ഉറക്ക പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് വളരെ ഉഷാറാകും എന്നാണ് പറയാനുള്ളത്. തുടക്കം, ദ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലക്ഷദ്വീപില് നമുക്ക് ഫസ്റ്റ് വ്ളോഗ് ഒന്ന് സംഭവം ചങ്ങ ഇങ്ങോട്ട് തിരിച്ചറിയില്ല. നമ്മുടെ ഹാങ്കർ റെഡി ആയിട്ടുണ്ട്. മീനെ പിടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയാൽ ഹാങ്കർ താഴ്ത്തും.
ഏകദേശം 5 കിലോ ഭാരമുള്ള ഹാങ്കറാണ് നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ ഉള്ളത്. ഇതെന്താണ് എടുക്കുന്നത്? എന്താണ് വൈദ? രണ്ടുപേരും മീൻ പിടിക്കാനുള്ള സാധനങ്ങൾ എടുക്കാണ്. മീൻ പിടിക്കാനുള്ള ഇവ കാളമൊക്കെ സ്റ്റോക്കാണ് സാധനം. ഷൗക്കിനടുത്തു ഭാഗ്യമുണ്ടെങ്കിൽ കൊത്തും സാധനം. നോക്കട്ടെ സാധനം നോക്കട്ടെ. അഷ്റഫേ പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞോളി എന്നറിയാലോ, നിങ്ങളെ ലാംഗ്വേജ് സംസാരിക്കേ. വായുധ സംസാരിക്കായത ഈ എന്താണ് അഷ്റഫേ? ലക്കോ? ലക്ക് എന്ന് പറഞ്ഞാല് ആ അത് ശരി. അഷ്റഫ് മീനിന്റെ വേസ്റ്റ് മുറിക്കാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കറക്കുകയാണ്. കിട്ടി 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 കിട്ടി. ഇതെന്താ മീനെന്താ? മഞ്ഞളോ? യെല്ലോ സ്നാപ്പർ. നമ്മുടെ ആദ്യത്തെ ചൂണ്ട ഇട്ടത് നമ്മുടെ വാഹിദാണ്. വാഹിദ എന്തേലും അപ്ഡേറ്റ് ഉണ്ടോ? വാഹിദ എന്തേലും അപ്ഡേറ്റ് ഉണ്ടോ? ജനിച്ച മുതലേ ചൂണ്ടയിടലാണ്, പക്ഷെ ആരും കൊത്താറില്ല എന്നുള്ളത്. ഷോക്ക് ഷോക്ക് മഞ്ഞ തന്നെയാ? ഷോക്ക് മഞ്ഞ? അല്ല ഷോക്ക് ഷോക്കിന് മഞ്ഞ. ഷോക്ക് ഷോക്ക് അയ്യോ കുറച്ച് ലോങ് പോ. അയ്യോ ആ നിങ്ങളിത് കാണുക. അങ്ങനെ ഒറ്റക്കല്ല ഇതാ രണ്ടു മഞ്ഞ അമ്മ കിട്ടിയ മീന് മുറിക്കുന്നുണ്ട്. ഫ്രഷ് തോലൊക്കെ എടുത്തു. മൂപ്പർക്ക് വേറെ കോള വന്നു. ഏതോ എന്റെ വീട്ടിലെ കുട്ടിയെ അനിയത്തി ഗൈസ് നമ്മുടെ അഷ്റഫിന് കിട്ടിയ ഇതെന്താ അഷ്റഫ? കടൽ ചിലന്തിയോ? കടൽ പുല്ല് പവിഴപ്പുറ്റാണ്. നമ്മുടെ ചൂണ്ടയിൽ കുരുങ്ങിയതാണ്. ഇത് നമ്മൾ കടലിൽ തന്നെ കൊടുക്കാല്ലേ? കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം. എന്താ മോനെ മട്ടി. ഈ മീനിന്റെ പേരെന്താ? മെട്ടി മീനാണ് നമുക്ക് കിട്ടിയത്. വൈറ്റ് സ്നാപ്പർ. അഷ്റഫേ എന്തായിരുന്നു അഷ്റഫേ? എന്താ ഇതോ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് എന്താ കുടുങ്ങി? കാളം അല്ല, ചൂണ്ടല കുടുങ്ങി. ഞങ്ങളാട്ടില് കാളം എന്ന് പറയാം. പൊങ്ങല അത് ഇളക്കിക്കൊണ്ട്. അത് ശരി.
ഓക്കെ 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 യെസ്. വന്നത് മുതലായില്ലേ? ഒന്നും പോരാ, നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് വത്തക്കവെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്ന അശ്രുവിനാണ്. അശ്രുവിന്റെ സർബത്ത്, വത്തക്ക സർബത്ത്. അഷ്റഫി ഇതാ നിങ്ങൾ കാണുന്നത് നമ്മളെ സൂര്യേട്ടൻ കടലിൻ്റെ അടിയിലേക്ക് താഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം താണുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ കടലിൻ്റെ അടിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. വത്തക്കവെള്ളം കലക്കി, വത്തക്കൊരു വെള്ളമില്ല, വത്തക്ക മാത്രമാണ് സാധാരണ വെള്ളം അതിലേക്ക് ഒഴിക്കുന്നതാണ്. ഇപ്പോൾ മീനിൻ്റെ ലൊക്കേഷൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേരെ നമുക്ക് കാണാം. മീനിൻ്റെ ലൊക്കേഷനാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്.